മുഖം വെളുപ്പിക്കാൻ വിവിധ തരം ക്രീമുകൾ ഉപയോഗിക്കുന്നവരാണ് മിക്കവരും. എന്നാൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന ക്രീമുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന കാര്യം ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അംഗീകാരമില്ലാത്ത ക്രീമുകൾ പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അതിനാൽ ഞങ്ങൾ നടത്തിയ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ക്രീം എക്സ് എമിറേറ്റ്സ് എന്ന തട്ടിക്കൂട്ട് മുഖം വെളുപ്പിക്കൽ ക്രീമിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യാതൊരുവിധ മാർഗനിർദ്ദേശങ്ങളും പാലിക്കാതെ പ്രവർത്തിക്കുന്ന ക്രീം എക്സ് എമിറേറ്റ്സിനെ കുറിച്ച് നിങ്ങളും അറിഞ്ഞിരിക്കണം. ഇൻസ്റ്റാഗ്രാമിലെ 50-ലേറെ അക്കൗണ്ടുകളിലൂടെ പെയ്ഡ് പ്രൊമോഷൻ നൽകി വിൽപ്പന തകർക്കുകയാണ് ക്രീം എക്സ് എമിറേറ്റ്സ്. 699 രൂപയാണ് ഇതിന്റെ വില. മുഖക്കുരുവും കറുത്ത പാടുകളും മാറ്റി വളരെ പെട്ടെന്ന് ചർമ്മം വെളുക്കുകയും മൃദുവാകുകയും ചെയ്യുന്നതിനോടൊപ്പം പ്രായം കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് ക്രീം എക്സ് എമിറേറ്റ്സ് അവകാശപ്പെടുന്നത്. ദുബായിലെ മജാസ് കോസ്മെറ്റിക്സ് ആണ് നിർമ്മാതാക്കളെന്ന് കവറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ചങ്ങനാശ്ശേരി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴി ചട്ടം ലംഘിച്ച് കൊറിയർ ചെയ്യപ്പെടുന്ന ഈ ക്രീം നിർമ്മിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരി പുത്തൂർ ചന്തയ്ക്ക് സമീപമുള്ള കുളത്തുമാട്ടിൽ മുഹമ്മദ് അനസിന്റെ മകൻ മുഹമ്മദ് ഫിയാസ് ആണ് എന്ന വിവരമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. 22-കാരനായ ഫിയാസ് ഏറ്റുമാനൂർ മംഗളം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. യാതൊരുവിധ ചട്ടങ്ങളും പാലിക്കാതെ ഫിയാസ് ഈ ക്രീം വീട്ടിൽ തന്നെ നിർമ്മിച്ച് വിൽപ്പന നടത്തുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിലധികമായി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രീമിനാവട്ടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരുവിധ ലൈസൻസുകളും ഇല്ല. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 പ്രകാരം സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അനുമതിയുള്ള കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇന്ത്യയിൽ നിർമ്മിക്കാനും വിൽപ്പന നടത്തുവാനുള്ള അനുമതിയുമുള്ളൂ. ഇതിനായി ആദ്യം ക്ലിനിക്കൽ ടെസ്റ്റ് നടത്തണം. സംസ്ഥാന സർക്കാരിന്റെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ അനുമതി എടുക്കണം. എന്നാൽ ഈ ചട്ടങ്ങളൊന്നും ക്രീമെക്സ് എമിറേറ്റ്സ് പാലിച്ചിട്ടില്ല. നിർമ്മാതാക്കളുടെ പേരല്ലാതെ അഡ്രസ്സോ വെബ്സൈറ്റോ ലൈസൻസ് വിവരങ്ങളോ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മജാസ് കോസ്മെറ്റിക്സ് എന്ന ഒരു കമ്പനി ദുബായിൽ ഇല്ലെന്നാണ് മനസ്സിലായത്. മാത്രമല്ല ഇറക്കുമതി ചെയ്തതാണെങ്കിൽ ഇത് സംബന്ധിച്ച യാതൊരു വിവരങ്ങളും ഇന്ത്യയിലെ ഒരു അഡ്രസ്സ് പോലും കവറിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടുമില്ല. ആകെ ലഭിക്കുന്നത് ഇൻസ്റ്റാഗ്രാം വഴി ഓർഡർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൊറിയർ കവറിന് പുറത്ത് എഴുതിയ ബ്യൂട്ടി ക്രീം PMJ കോംപ്ലക്സ് ചങ്ങനാശ്ശേരി പിൻകോഡ് 686-101 എന്ന വിലാസം മാത്രമാണ്. ക്രീമിനെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ലഭിച്ച പരാതിയിന്മേൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ റിമൂവ് ചെയ്യുന്നതടക്കമുള്ള നടപടിയിലേക്ക് ഡ്രഗ്സ് കൺട്രോൾ കടന്നതായാണ് വിവരം. മെംബ്രാനസ് നെഫ്രോപ്പതി പോലുള്ള വൃക്കയെ ബാധിക്കുന്ന മാരകമായ രോഗങ്ങൾക്ക് കാരണമാകാവുന്ന തരത്തിൽ ലോഹമൂലകങ്ങൾ അമിതമായി ക്രീമിൽ ചേർത്തിട്ടുണ്ടെന്നാണ് പ്രഥമ ദൃഷ്ട്യാ അന്വേഷണ സംഘങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് മുഖം വെളുപ്പിക്കാനായിട്ടാണ് ലോഹമൂലകങ്ങൾ അമിതമായ അളവിൽ ചേർക്കുന്നതെന്നാണ് ഈ രംഗത്തെ പ്രമുഖർ വ്യക്തമാക്കുന്നത്. മുഖം വെളുക്കാൻ ഉപയോഗിക്കുന്ന ഡെർമോവൈറ്റ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നതിനായി പാകിസ്ഥാനിൽ നിന്നാണ് കുളത്തുമാട്ടിൽ മുഹമ്മദ് ഫിയാസ് എത്തിക്കുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. നേരത്തെ മലപ്പുറം കോട്ടക്കൽ മിംസ് ആശുപത്രിയിലെ ഡോക്ടർമാർ വൃക്ക കാരണത്തിന് കാരണമാവുമെന്ന് കണ്ടെത്തിയ യൂത്ത് ഫേസ് എന്ന ക്രീമിന്റെ വിൽപ്പനയും ഫിയാസ് നടത്തുന്നുണ്ട്. മാത്രമല്ല GST രജിസ്ട്രേഷൻ, ഇൻകം ടാക്സ് എന്നിവ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഫിയാസ് ചെയ്തിട്ടില്ലെന്നാണ് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് മുഹമ്മദ് ഫിയാസിന്റെ അമ്മാവനായ മുഹമ്മദ് ഫൈസലും സംഘവുമാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇയാൾ ചങ്ങനാശ്ശേരിയിൽ ഹാൻസ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പനക്കാരനാണ്. ഇവർ താമസിക്കുന്ന വീട്ടിൽ പോലീസും എക്സൈസും പലതവണ റെയ്ഡ് നടത്തിയിട്ടുണ്ടെന്ന കാര്യവും ചങ്ങനാശ്ശേരി പോലീസ് ശരിവെക്കുന്നുണ്ട്. എന്നാൽ ചങ്ങനാശ്ശേരി പോലീസിന് മാസപ്പടി നൽകുന്നതിനാൽ ഇവരുടെ അനധികൃത കച്ചവടങ്ങൾക്കും ഇതുവഴിയുള്ള കോടികളുടെ സ്വത്ത് സമ്പാദനത്തിനും പോലീസ് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു.